പാലക്കാട് ചരിത്രം തിരുത്തും, തെറ്റ് തിരുത്തും. കാരണം കേരളം കണ്ട ഏറ്റവും വലിയ പെൺവേട്ടക്കാരനെ ജയിപ്പിച്ചതിൻ്റെ മാനക്കേട് പാലക്കാട് മാറ്റും എന്നാണ് കരുതുന്നത്. പകരം പെൺവേട്ടക്കാരന് പകരം ഷാഫി പറമ്പിൽ, രമേഷ് പിഷാരടി എന്ന് പറയുന്ന കോമഡിക്കാരനെ ആക്കി. പക്ഷേ കോമഡിക്കാരൻ്റെ സന്തത സഹചാരി ആയിരുന്ന പ്രശോഭനും പെൺവേട്ടക്കാരനായിരുന്നു. അയാളെ പുറത്താക്കി. അപ്പോൾ പാലക്കാട് UDF ഒരു പെൺവേട്ടക്കാരൻ, ബലാത്സംഗക്കാരൻ കൂടെ ഉണ്ടായേ പറ്റുള്ളൂ. അപ്പോഴാണ് അവിടെ BJPയുടെ ശോഭ, നേരത്തെ എന്നോട് കുമാർ സാർ പറഞ്ഞു, ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്നത് അതൊരു സുനാമി ആണ്. അത് പാലക്കാട് ആഞ്ഞടിക്കുകയാണ് ശോഭാ സുരേന്ദ്രൻ എന്ന കൊടുങ്കാറ്റ്. ഞാൻ പലപ്പോഴും പറയും, ഇപ്പോഴ് എനിക്ക് അവരെ പറ്റി ഓർമ്മ വരുമ്പോൾ സുനാമി ശോഭ എന്നുള്ള പേരിലാണ് ഞാൻ ഓർക്കുന്നത്. കാരണം പാലക്കാട് മുഴുവൻ അവർ കയ്യിലെടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വളരെ ഓൾ ഔട്ട് അറ്റാക്ക്. അതുമാത്രമല്ല, പാലക്കാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പിൽ അവർ കാണിച്ച മണ്ടത്തരം റെക്ടിഫൈ ചെയ്യാൻ അവർക്ക് കിട്ടിയിരിക്കുന്ന നല്ലൊരു കാൻഡിഡേറ്റാണ് ശോഭാ സുരേന്ദ്രൻ. അതെ അതെ, പാലക്കാട് ഇന്റേണൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു പറഞ്ഞു, പക്ഷേ ശോഭ ഒന്നുകൂടെ അതെല്ലാം മാറി. അത് മാത്രമല്ല, ശോഭ എവിടെയൊക്കെ മത്സരിച്ചിട്ടുണ്ടോ അവിടെ ഒന്നും BJPക്ക് എന്താ പറയുക പിന്നോക്കം പോകേണ്ടി വന്നിട്ട്. അതാണ് അതൊരു വലിയ പ്രതിഭാസമാണ്. ശോഭ എവിടെ നിന്നാലും BJPയുടെ വോട്ടുകൾ 10,000 കൂടും. യഥാർത്ഥത്തിൽ ശോഭ മത്സരിക്കുന്ന കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ശോഭ 2ാം സ്ഥാനത്താണ് ഇതിനു മുമ്പൊക്കെ ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ചപ്പോൾ എത്തിയത്. BJPക്ക് നേതൃത്വത്തിന് തന്നെ ഭയങ്കര അതിശയമായിരുന്നു ഇതെങ്ങനെ സാധിച്ചു എന്നുള്ളത്. ശോഭ ജനങ്ങളുടെ ഒരാളായിട്ട് നമുക്കൊരിക്കലും ഒരു രാഷ്ട്രീയ നേതാവെന്നോ അതല്ലെങ്കിൽ ഒരു VVIP ആണ് ശോഭ എന്ന് തോന്നില്ല. നമ്മുടെ കൂട്ടത്തിലൊരാൾ, അയൽവീട്ടിലെ ഒരു സഹോദരി, അതല്ലെങ്കിൽ ഒരു അമ്മ, ആ ഒരു ഫീലിംഗ് ആണ് ആൾക്കാർക്ക് ഉണ്ടാവുന്നത്. പിന്നെ അത് മാത്രമല്ല, പറയാനുള്ളത് മുഖത്ത് നോക്കി പറഞ്ഞിരിക്കും. ആരെയും ഭയപ്പെടുന്ന പ്രശ്നമൊന്നുമില്ല. ഒരു ഡിപ്ലോമാറ്റിക്കും അല്ല. അതൊക്കെ ഡിപ്ലോമാസി മുറിച്ച് വർത്തമാനം പറയും. അത് കണ്ടിട്ടാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖനായ അന്നത്തെ ഒരു കാലത്തെ BJP നേതാവ് എൻ്റെ അടുത്ത് പറഞ്ഞു. അദ്ദേഹം എന്നോട് വളരെ നല്ല സൗഹൃദമുള്ള വ്യക്തിയാണ്. എൻ്റെ അടുത്ത് അദ്ദേഹം പറഞ്ഞു, കുമാർ പോയിട്ട് ശോഭേനെ കണ്ട ഒരു കാര്യം പറയണം, ഇമോഷണൽ ആവരുത്, പൊട്ടിത്തെറിക്കരുത്, ദേഷ്യപ്പെടരുത്, ചില കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് പക്വതയോടുകൂടി പറയണം, ഒരു മെച്യൂരിറ്റി. ആ കുട്ടി തെറ്റ് പറയണമെന്നല്ല പറഞ്ഞത്, ചില സമയത്ത് നമ്മൾ ചില കാര്യങ്ങളൊക്കെ എന്താ പറയണം കണ്ണടക്കമായിട്ട് പറയണം. അത് ശോഭ അങ്ങനെ പറയാത്തത് കൊണ്ടാണ് ശോഭയെ ജനങ്ങൾക്ക് ഇഷ്ടം. ഞാനത് പറഞ്ഞില്ല, കാരണം ഞാൻ പറഞ്ഞു എനിക്ക് അവരോട് അത് പറയാനുള്ള സ്വാതന്ത്ര്യമൊന്നുമില്ല. അദ്ദേഹത്തിനാണെങ്കിൽ BJPയിൽ നല്ല, കേരളത്തിൽ BJPയിൽ ആരോട് വേണമെങ്കിലും അദ്ദേഹത്തിന് പറയാം. അവരൊന്നും പറയാണ്ട് എന്നെ വിടാനുള്ള, ഹംസം ആയിട്ട് എന്നെ വിടാനുള്ള കാരണം എൻ്റെ നേച്ചറായിരിക്കാം. പക്ഷേ ഞാൻ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ അടുത്ത്, സാർ എനിക്കിത് പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, എനിക്ക് അതിനുള്ള ഒരു ആരെങ്കിലും ഇവിടെ പറയാണ്ടെങ്കിൽ നിങ്ങളേ ഉള്ളൂ ഇത് പറയാനായിട്ട് പറ്റും. യു ഷുഡ് ട്രൈ ടു കൺവിൻസ്. അല്ല, നമ്മൾ പറഞ്ഞിട്ടില്ല. ശോഭയെ സംബന്ധിച്ച് ശോഭ നമ്മൾ കാണുന്ന പോലെ ഈ വലിയ വായിൽ വെള്ളിക്കരണ്ടിയായിട്ട് ജനിച്ചാണെന്നല്ല, പട്ടിണി കിടന്നിട്ടുണ്ട്, ജീവിക്കാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ മീഡിയ ഒക്കെ ഈ പറഞ്ഞ പോലെ അവരെ കണ്ടുപോകാൻ ദ്രോഹിച്ചിട്ടുണ്ട്. ഒരുപാട് കണ്ണീരും വിശപ്പും ഒക്കെ അറിഞ്ഞ വന്ന ഒരു സാധാരണ കുടുംബത്തിലെ സാധാരണ ഒരു വനിത ആണ്. അവരുടെ കഠിനാധ്വാനം കൊണ്ട്, അവരുടെ കമ്മിറ്റ്മെൻറ്റ് കൊണ്ട്, ആത്മാർത്ഥത കൊണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ വനിതാ നേതാവായിട്ട് മാറിയത്. ശോഭയുടെ തലപ്പൊക്കമുള്ള വനിതാ നേതാക്കന്മാർ ആരുണ്ട്? ശ്യാമളയോ, ഗോവിന്ദൻ്റെ ഭാര്യ? അവർ ഗോവിന്ദൻ്റെ ഭാര്യ ആയതുകൊണ്ട് മാത്രമാണ് ശ്യാമളയായത്. അതെ, ശ്യാമളയായതുകൊണ്ട് മാത്രമാണ് അവർ കാൻഡിഡേറ്റ് ആയത്. അതെ. ഈ ഏതായാലും അവരെ അവരെ പറ്റി ഉള്ള ആരോപണങ്ങൾ, ഒരു യുവ വ്യവസായി ആന്തൂരിലെ സാജൻ ആത്മഹത്യ ചെയ്തു. അതേപോലെ എത്രയോ മറ്റേ ഒരു കളക്ടർ RDO ആത്മഹത്യ ചെയ്തല്ലേ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഗുണോദ്യാനം കാരണം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാൻഡിഡേറ്റ്സിൽ നിന്നും എത്ര വിഭിന്നമായ ഒരു പശ്ചാത്തലമാണ്, അതുപോലെ എത്ര നല്ലൊരു നേച്ചറാണ് ശോഭയ്ക്കുള്ളത്. ഒരു വിഷണറി നേതാവാണ് അവർ. BJPയിലുള്ള ഒരു വനിതാ നേതാക്കന്മാരിൽ ഒരു വിഷണറി നേതാവാണ് അവർ ജയിക്കേണ്ടത് പാലക്കാട്ടുകാരുടെ ആവശ്യം, കേരളത്തിൻ്റെ ആവശ്യമാണ്. അത് മാത്രമല്ല സാർ, ഇന്നലെ നമ്മൾ ഈ BJPക്ക് ഭരണം കിട്ടിയാൽ ആരൊക്കെ മന്ത്രിമാരാകും എന്നൊക്കെ പറഞ്ഞ് ഒരു വീഡിയോ നമ്മൾ ചെയ്തു. ഒരുപാട് പേര് കണ്ടു, സാറിനെ ഉൾപ്പെടെ ഒരുപാട് പേര് വിളിച്ചു. ഒരുപാട് സ്ഥലത്ത് നിന്ന് വരുന്ന ആ വീഡിയോ ഡൗൺലോഡ് ചെയ്ത് വല്ലാതെ പ്രചരിക്കുന്നുണ്ട്. പലരും പറഞ്ഞു ഇത് വായിച്ചിട്ട് ആവേശം ഉണ്ടാകുന്നു, നമ്മുടെ നാവ് പൊന്നാവട്ടെ,
വെറുതെ കൊതിപ്പിക്കല്ലേ എന്നൊക്കെ പറഞ്ഞേക്കാം. അവർ കൊതിപ്പിക്കലൊന്നും അല്ല, നടക്കും വേണ്ടി വന്നാൽ. കാരണം മുൻകാലങ്ങളിൽ കേരളത്തിലെ ഹിന്ദു വോട്ടർമാർ, ഞാൻ അങ്ങനെ തന്നെ പറയും, ഗോപാലകൃഷ്ണൻ്റെ ഭാഷയിൽ പറയുക, കേരളത്തിലെ ഹിന്ദുവിനൊന്നും കിട്ടുന്നില്ല. കേരളത്തിലെ ഹിന്ദു പാർശ്വവൽക്കരിക്കപ്പെട്ടിരിക്കുകയാണ്. കേരളത്തിലെ ഹിന്ദുവിന് തിരിച്ചു വരണമെങ്കിൽ, അവൻ്റെ അഭിമാനം വീണ്ടെടുക്കണമെങ്കിൽ, മനുഷ്യനായിട്ട് ഇവിടെ ജീവിക്കണമെങ്കിൽ BJP വന്നാലേ പറ്റുള്ളൂ. അത് തീർച്ചയായിട്ടും. ഉറപ്പാണ്. സുനിൽ, കേരളത്തിലെ ഹിന്ദുക്കളുടെ ഇന്നത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അവർ മൂന്നാം കിട സിറ്റിസൺസ് ആണ്. മുസ്ലിംസിനും ക്രിസ്ത്യൻസിനും കഴിഞ്ഞിട്ട് കേരളത്തിൽ എന്താ പറയുക, ഗവൺമെൻറ് അവർക്ക് അല്ല, ഇപ്പോൾ അത് പറയണ്ട. ഇപ്പോൾ ക്രിസ്ത്യാനിയെ ആർക്കും വേണ്ട, ആർക്കും വേണ്ട. ക്രിസ്ത്യാനിയും ഏതാണ്ട് ഹിന്ദുവിൻ്റെ അവസ്ഥയിലെത്തി, ചവിട്ടിക്കൂട്ടി. ഇപ്പോൾ ആകെ ഒരു കൂട്ടർ, എല്ലാവർക്കും M മാത്രം മതി, മുസ്ലിം മാത്രം മതി. മുസ്ലിംസ് ആൻഡ് മാർക്സിസ്റ്റ് ആൻഡ് മുള്ളാസ്. അത് ഒരു വല്ലാത്ത കോമ്പിനേഷൻ. അത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ വർഗീയവാദിയാക്കി. വെള്ളാപ്പള്ളി നടേശനെ വർഗീയവാദിയാക്കിയിട്ടല്ലേ പറഞ്ഞുകൊണ്ട് നടക്കുന്ന മാധ്യമങ്ങളൊക്കെ. എത്രയോ തവണ അദ്ദേഹം പറഞ്ഞു, കണക്കാ പറയുന്നത്, കണക്കാ. കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് എത്രയുണ്ട്, കേരളത്തിലെ ഹിന്ദുവിന് എത്രയുണ്ട്, കേരളത്തിൽ ക്രിസ്ത്യാനിക്ക് ഇപ്പോൾ എത്ര കിട്ടുന്നുണ്ട്, മുമ്പ് കിട്ടിയ കണക്ക് പോട്ടെ എന്ന് പറയുമ്പോൾ വർഗീയവാദിയെ. സാർ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ പറഞ്ഞു വന്ന വിഷയത്തിലേക്ക് തിരിച്ചു വരാം. അതായത് എന്നെ വിളിച്ച പലരും ചോദിച്ചത്, നിങ്ങൾ എന്തുകൊണ്ടാണ് ആദ്യം കേരളത്തിൽ മുഖ്യമന്ത്രിയാകാൻ ആദ്യം പറഞ്ഞ പേരിൽ ശോഭാ സുരേന്ദ്രൻ ഇല്ല എന്ന് പറഞ്ഞത്. അത് അങ്ങനെ. പക്ഷേ നമ്മൾ ആ വർത്തമാനത്തിനിടയ്ക്ക് നമ്മൾ പറഞ്ഞു, ഇനി ഇങ്ങനെയൊക്കെ ആണെങ്കിലും കേരളത്തിൽ BJPക്ക് ഭൂരിപക്ഷം കിട്ടിയാൽ ഈ പേരുകളൊക്കെ അവിടെ നിൽക്കട്ടെ, കേരളത്തിലൊരു വനിതയാവട്ടെ എന്ന് കേന്ദ്ര നേതൃത്വം തീരുമാനിക്കാനും ഇടയുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. അതെ, അത് നമ്മൾ പറയേണ്ട, അത് റൂൾ ഔട്ട് ചെയ്യാൻ പറ്റില്ല കേട്ടോ, അങ്ങനെ ഒരു പോസിബിലിറ്റി. ഇപ്പം രാജീവ് ചന്ദ്രശേഖർക്ക് കൊടുത്തിരിക്കുന്ന അസൈൻമെന്റ് എന്ന് പറയുന്നത് കേരളത്തിൽ BJPനെ ഒരു ക്രിട്ടിക്കൽ പവർ ആക്കി മാറ്റുക. BJP അധികാരത്തിൽ വന്ന് അദ്ദേഹം BJPയുടെ അധ്യക്ഷനായിട്ട് തന്നെ തുടർന്നു. അതെ. അപ്പോൾ എന്താ, അദ്ദേഹത്തിന് ചിലപ്പോൾ കേന്ദ്രത്തിലേക്കായിരിക്കും കൂടുതൽ എന്താ അവര് ആവശ്യം, ഈ ഇത്രമാത്രം വലിയ വിജയം ഉണ്ടാക്കിയ കേപ്പബിലിറ്റിയും വിജയം ഉണ്ടാക്കിയ ആളെന്നുള്ള. അപ്പം അങ്ങനെ വരുമ്പോഴും ഒരു വനിതയുടെ പേര് എന്നും ആ പ്രോബബിൾ ലിസ്റ്റിലുണ്ടായിരിക്കും. ആ പ്രോബബിൾ ലിസ്റ്റിൽ വനിതയുടെ പേരെന്ന് പറയുന്നത് മറ്റാരുമല്ല, ശോഭാ സുരേന്ദ്രനായിരിക്കും. അല്ല, വേറെ കാര്യമുണ്ട്. ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് 3 വർഷം കഴിയുമ്പോൾ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കും. കാരണം ഇത് 1 നേഷൻ 1 ഇലക്ഷൻ വരാൻ പോവാം. 29 അപ്പോൾ 29 ഏത് ആർക്ക് ഭരണം കിട്ടിയാലും സർക്കാർ പോകും. അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് വരും. ആ തെരഞ്ഞെടുപ്പിൽ എനിക്ക് തോന്നുന്നു BJPയുടെ അവസ്ഥ ഇതിനേക്കാളും മികച്ചതായിരിക്കും. ചിലപ്പോൾ ഒരു സർക്കാർ ഒറ്റയ്ക്ക് ഫോം ചെയ്യാൻ തരത്തിലേക്ക് BJP മുന്നണി NDA വളർന്നിട്ടുണ്ടാവാം. സ്പെക്കുലേഷനാണ്. പക്ഷേ ഞാൻ പറയുന്നു, അതിനുശേഷം ഒരു തെരഞ്ഞെടുപ്പ് 2029 കഴിഞ്ഞാൽ പിന്നെ 2034. 2034 കേരള മുഖ്യമന്ത്രി BJPയുടേതായിരിക്കും. അത് ഉറപ്പായും ശോഭാ സുരേന്ദ്രനായിരിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അത് മാത്രമല്ല, നിയമസഭാ അംഗങ്ങളുടെ എണ്ണവും വർദ്ധിക്കും, പാർലമെന്റ് അംഗങ്ങളുടെ എണ്ണവും വർദ്ധിക്കും 2029. അപ്പോൾ കേരളത്തിൽ നിന്ന് ഇപ്പോൾ ഉള്ള 20 ലോക്സഭാ അംഗങ്ങളുടെ എണ്ണം വർദ്ധിച്ച് 25 30 ആവാൻ സാധ്യതയുണ്ട്. ഇത് പാലക്കാട് നഗരസഭ ഭരിക്കുന്നത് BJP ആണ്. അവിടുത്തെ MLAയും കൂടെ BJPയുടെ വന്നാൽ ആ പാലക്കാടിൻ്റെ മുഖച്ഛായ മാറിപ്പോകും. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഡബിൾ എഞ്ചിൻ ഒരു സംവിധാനമായിരിക്കും പാലക്കാടിലുണ്ടാവുക. ഇപ്പം നമ്മൾ UPയിലും ഡൽഹിയിലും ഭരിക്കുന്ന ഒരേ പാർട്ടിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അവർ പറഞ്ഞത് ഡബിൾ എഞ്ചിൻ ഗ്രോത്ത് ആണ് ഉത്തർപ്രദേശിൽ കാണുന്നത്. ഉത്തർപ്രദേശിലെ റോഡുകളെ പറ്റി പറയുമ്പോൾ ഒരു വിമാനത്തിന് ഇറങ്ങാനായിട്ടുള്ള സജ്ജീകരണങ്ങളുള്ള റോഡാണ്. പ്രധാനമന്ത്രി അവിടെ വിമാനത്തിൽ വന്ന് ഇറങ്ങിയത് റോഡിലാണ് ഒരിക്കൽ വന്ന് ഇറങ്ങിയത്. അതെ. അപ്പോൾ അതേപോലെ കേരളത്തിനും ഡെവലപ്മെൻറ്റ് വേണം. കേരളത്തിന് സത്യം പറഞ്ഞാൽ കേരളം രൂപീകരിച്ചതിന് ശേഷം എന്താ ഉണ്ടായിരിക്കുന്നത് കേരളത്തിൽ? ഇതൊരു മനുഷ്യൻ വളർന്ന് വലുതാവണമെന്നല്ലാണ്ട് അങ്ങനെ ഒരു നേച്ചുറൽ കോഴ്സിൽ കേരളം വന്നു എന്നല്ലാണ്ട് ഒരു ഈ വികസനം അതല്ലെങ്കിൽ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളിലൂടെ കൊണ്ടുവരാൻ ഇവർ സമ്മതിച്ചിട്ടുണ്ടോ? ഇവരിപ്പോൾ പറയുന്നത് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് കേന്ദ്രം തന്നില്ല, ഞങ്ങൾ അതിലും വലിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഞങ്ങൾ ഉണ്ടാക്കാൻ പോണെന്ന്. നല്ല കാര്യമായി. കോവിഡ് വാക്സിൻ ക്യൂബയിൽ നിന്ന് ഇറക്കുമതി എന്ന് പറഞ്ഞവരാ. അതെ, അത് മാത്രമല്ല, ആശുപത്രിയിൽ പോയി സർജറി ചെയ്ത് കഴിഞ്ഞാൽ വയറ്റിനുള്ളിൽ കമ്പിയും തൂമ്പയും പിച്ചാത്തിയും ഒക്കെ കുത്തി കയറ്റിയിട്ടാണ് പറഞ്ഞു വിടുന്നത് മുഴുവനും. ഈ ആശുപത്രി അല്ല, ഇത് വളരെ അൺഫോർച്ചുനേറ്റ് ആണ്. അപ്പം ഇങ്ങനെയൊക്കെയുള്ളൊരു സംസ്ഥാനത്തിൽ കുറച്ചെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ ശോഭാ സുരേന്ദ്രനെ പോലുള്ള ഒരു മന്ത്രി വേണം.
അവരെ ആകുമ്പോൾ ശോഭാ സുരേന്ദ്രനെ പോലൊരു മുഖ്യമന്ത്രി വേണം. മുഖ്യമന്ത്രി വേണം. അവർക്ക് അവരെ പറ്റിക്കാനായിട്ട് ഈ ബ്യൂറോക്രാറ്റ്സ് വിചാരിച്ച നടക്കില്ല. കാരണം മറ്റ് സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ ഇന്നലെ കണ്ടില്ലേ, ബംഗാളിലെ ചീഫ് സെക്രട്ടറിനെയും DGP-നെയും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് വിട്ട് തേരാപാര കുടഞ്ഞു. കാരണം 7 ജഡ്ജിമാരെ ബന്ദികളാക്കി വെച്ചിട്ട് ഇവർ സംസ്ഥാന പോലീസിന് അധികാരം ഉണ്ടായിരുന്നില്ല അവിടെ ഇടപെട്ട് ഇത് അവരെ രക്ഷപ്പെടുത്താനായിട്ട്. ചീഫ് ജസ്റ്റിസ് ചോദിച്ചു, നിങ്ങൾ എന്ത് ചീഫ് സെക്രട്ടറിയാണ് നിങ്ങളത് ചോദിച്ചു. എൻ്റെ മൊബൈൽ ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു, ഞാൻ വിമാനത്തിലായിരുന്നു. നിങ്ങൾ ഏത് തരം വിമാനത്തിലായിരുന്ന? വിമാനത്തിലേക്കാണെങ്കിൽ നിങ്ങളെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈലിൽ അറിയാമല്ലോ ഇന്ന ആൾ വിളിച്ചിട്ടുണ്ടാവുമെന്ന്, നിങ്ങൾക്ക് തിരിച്ചു വിളിക്കായിരുന്നില്ലേ? നിങ്ങളുടെ നമ്പറിന് ഇത്ര സെക്യൂരിറ്റി വാല്യൂ ഉണ്ടോ? ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനും മറ്റ് ജഡ്ജിമാർക്കും കൂടി നിങ്ങളുടെ നമ്പർ അറിയില്ല. ഇത് എന്ത് നിയമമാണിത്? എന്നിട്ട് സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നു, മാൽഡയിലെ 7 ജഡ്ജിമാരെ ബന്ദികളാക്കിയ സംഭവം നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അന്വേഷിക്കണം എന്ന്. ആ സിറ്റുവേഷനാണ്. അവിടെയും ഒരു വനിതയാണ് മുഖ്യമന്ത്രി, പക്ഷെ അവർക്ക് മാനസിക നില തെറ്റിയിരിക്കുന്നു. നമുക്കിവിടെ അങ്ങനെയൊന്നുമില്ല. നല്ല പക്വതയും എന്താ പറയുക, പറയേണ്ട രീതിയിൽ പറയേണ്ടടുത്ത് പറയാനറിയാവുന്ന ശോഭാ സുരേന്ദ്രനെ പോലുള്ളൊരു നേതാവുണ്ട്. അവർ കേരള മുഖ്യമന്ത്രിയാവാൻ എന്തുകൊണ്ട് യോഗ്യതയുള്ള ഒരു വ്യക്തിയാണ് അവർ. മെയ് ആദ്യത്തെ ആഴ്ച ശോഭാ സുരേന്ദ്രൻ MLA അങ്ങിരിക്കുന്ന ഈ കസേരയിൽ ഇവിടെ ഉണ്ടാവും. ഓ ഗ്രേറ്റ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങളാണ് അത് തീരുമാനിക്കേണ്ടത്. പാലക്കാട് ശോഭ ജയിച്ചില്ലെങ്കിൽ പാലക്കാട് ആര് ജയിച്ചിട്ട് എന്ത് കാര്യം?